നമസ്കാരം. കോഴിക്കോട്ടും മലബാറിലും പൊന്നാനിയിലുമൊക്കെ ചെന്നാൽ ഇപ്പോൾ ഫ്രീ ആയി കിട്ടുന്നൊരു സാധനമുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ വെമ്പി നിൽക്കുന്ന ലീഗുകാരെ. ഒത്താൽ സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ എന്ത് പണിക്കും പൊയ്ക്കൊള്ളാം എന്ന നിലപാടാണ് ഇക്കൂട്ടർക്ക്. ഒന്നല്ല രണ്ടല്ല 3 തവണ മത്സരിച്ചിട്ടും ജയിച്ചിട്ടും തോറ്റിട്ടുമെന്നും തൃപ്തിയാകാത്ത കോയന്മാർ വാഴുന്ന നാടായി മലപ്പുറവും പൊന്നാനിയുമൊക്കെ മാറിയിരിക്കുന്നു. സ്ഥാനാർത്ഥി മോഹികളെ കൊണ്ട് വില കുറച്ച് വെളിച്ചെണ്ണ വിൽക്കുന്ന സപ്ലൈകോയിലേതുപോലെ തിരക്കാണ് ലീഗിൻ്റെ ഓഫീസുകളിൽ. ആരെ സ്ഥാനാർത്ഥിയാക്കണം, ആരെ തള്ളണം, ആരെ പുറത്താക്കണം എന്നൊന്നും ബോധമില്ലാതെ നടക്കുന്ന ലീഗ് ജില്ലാ നേതൃത്വങ്ങളുടെ പെടാപ്പാടെന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിനൊപ്പമാണ് ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം പാർട്ടിയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തത് കൊണ്ട് എന്ന ഒറ്റ കാരണത്താൽ കൊഴിഞ്ഞു പോകുന്നതും. പലരും പാർട്ടി വിട്ടു കഴിഞ്ഞു. പോകുന്നതോ CPM-ലേക്കാണ്. ഇതാണ് പറയുന്നത്. വർഷാവർഷങ്ങളായി BJP കോഴിക്കോട് നഗരസഭയിലടക്കം ആരോപണം ഉന്നയിച്ചതാണ് ലീഗ് CPM ഒരു ബാന്ധവം ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്ന്. അതിനെന്തായാലും വ്യക്തമായ തെളിവാണിപ്പോൾ ലീഗിൻ്റെ ഈ കൊഴിഞ്ഞുപോക്കും CPM-ലേക്കുള്ള ചേക്കേറലുമൊക്കെ വെളിവാക്കുന്നത്. എന്തായാലും UDF അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭയുടെ വരാന്ത പോലും കാണില്ലെന്ന് ലീഗുകാർ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മലബാർ പ്രദേശത്തെ പരമാവധി ലീഗ് കോട്ടകളിൽ പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, വാർഡെങ്കിൽ വാർഡ്, ഇതെങ്കിലും ഭരിക്കുക എന്നാണ് ലീഗിൻ്റെ വിഷൻ 2025. 3 തവണ ജനപ്രതിനിധിയായവർ മത്സരിക്കാൻ പാടില്ലെന്ന മുസ്ലിം ലീഗിൻ്റെ നിബന്ധന ലംഘിച്ച് അങ്ങനെ പല സ്ഥാനാർത്ഥികളും വാർഡ് മെമ്പർമാരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി വീണ്ടും പ്രഖ്യാപിച്ചു തുടങ്ങി. സ്വന്തമായി പോസ്റ്ററൊട്ടിച്ച് മുതിർന്ന നേതാക്കൾ വരെ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഇവരെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കുമെന്നോ നടപടിയെടുക്കുമെന്നോ അറിയാതെ നേതാക്കൾ കുഴങ്ങുകയാണ്. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ സാക്ഷാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേക അനുമതി എഴുതി വാങ്ങണം എന്നിടത്താണ് ആ പണിയിരിക്കുന്നത്. അങ്ങനെ അനുമതി നിഷേധിക്കപ്പെട്ടവരൊക്കെ ഇതാ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ കൊഴിഞ്ഞുപോക്ക് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. ഇതിനിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും STU മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ UP പോക്കർ പാർട്ടി വിട്ടു. ലീഗുമായുള്ള എല്ലാ ബന്ധങ്ങളും താൻ വിച്ഛേദിക്കുകയാണെന്നും CPM-മായി ഇനി അങ്ങോട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഒരു ഉളുപ്പുമില്ലാതെയാണ് പോക്കർ വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയത്. ഇപ്പോൾ എല്ലാം വ്യക്തമായി. കഴിഞ്ഞ 5 വർഷമായി BJP കോഴിക്കോട് നഗരസഭയ്ക്കുള്ളിൽ നടക്കുന്ന അഴിമതി എല്ലാം അക്കമിട്ട് നിരത്തി പറയുകയാണ്. അവിടെ നടക്കുന്നത് ലീഗും CPM-ഉം തമ്മിലുള്ള ഒരു രഹസ്യ ബാന്ധവമാണെന്ന്. ആ രഹസ്യ ബാന്ധവം ഇതാ പരസ്യ ബാന്ധവമായി മാറിയിരിക്കുന്നു. പോക്കർ നേരെ നടന്നു ചെല്ലുന്നത്, ഇടതുകാൽ വെച്ച് കയറിയിരിക്കുന്നത് CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലേക്കാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ നല്ലടം വാർഡിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ തർക്കം നിലനിൽക്കുകയാണ്. ഇതിനിടെയാണ് UP പോക്കറിൻ്റെ രാജി. ഇവിടെ മത്സരിക്കാൻ പോക്കർ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടി സംസ്ഥാന നേതാക്കൾ അനുവദിച്ചില്ല. ഇനിയും കൈയിട്ട് വാരേണ്ട പോക്കറെ എന്നാണ് ലീഗിൻ്റെ ഒരു മുതിർന്ന സംസ്ഥാന നേതാവ് മുഖത്ത് നോക്കി പറഞ്ഞത്. 3 തവണ ജനപ്രതിനിധിയായവർ മത്സരിക്കാൻ പാടില്ലെന്ന നിബന്ധനയിൽ ഒരു മാറ്റവുമില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും വ്യക്തമാക്കുന്നു. കഴിഞ്ഞ തവണ മാറി നിന്നവർക്ക് അനിവാര്യ ഘട്ടത്തിൽ ഇളവ് നൽകാൻ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് സംസ്ഥാന അധ്യക്ഷനോട് ശുപാർശ ചെയ്യാം എന്നത് മാത്രമാണ് ഇപ്പോൾ സലാം അറിയിച്ചിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ വകവയ്ക്കാതെ സ്വയം സ്ഥാനാർത്ഥികളായവരും അവരെ സഹായിക്കുന്നവരും ഒരുപോലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുമെന്ന് തങ്ങൾ കണക്കാക്കുമെന്നാണ് സലാമിൻ്റെ മുന്നറിയിപ്പ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. പക്ഷേ പകുതിയിലേറെ പേർ ഇത്തരം നടപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അവർ സ്വയമായി ഇങ്ങനെ ലീഗ് ഒഴിഞ്ഞു പോകുകയാണ്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പാക്കിയ ടൈം വ്യവസ്ഥ അട്ടിമറിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് PMA സലാം പറയുന്നത്. പക്ഷേ ജനറൽ സെക്രട്ടറിക്ക് എന്തുമേതും പറയാം. അതിനിടയിൽ കിടന്ന് സ്ഥാനാർത്ഥിയാകാൻ കാശുവാരി എറിഞ്ഞു നിൽക്കുന്നവർ 1-2മല്ല, നിരവധി സീറ്റ് മോഹികളാണ്. ഇത്തവണ കോഴിക്കോടടക്കം ലീഗിൻ്റെ കോട്ടകളിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേടുന്നതും ലീഗിൻ്റെ തദ്ദേശ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ്. ജനം അവരിനി വഴിയിൽ കണ്ടാൽ നിർത്തിപ്പൊരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം വികസനമെന്ന് നേരെ ഉച്ചരിക്കാൻ അറിയാത്തവരൊക്കെ പിടിച്ച് വാർഡ് മെമ്പറാക്കിയതിൻ്റെ പങ്കപ്പാട് കഴിഞ്ഞ 5 കൊല്ലം അനുഭവിച്ച മലബാറുകാർ ഇത്തവണ ഇതാ മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ വോട്ടെണ്ണുമ്പോൾ കേരളത്തിനും ലീഗിനും വ്യക്തമായി മനസ്സിലാകും.